ഇന്നലെ നമ്മളെ ബാങ്കിൽ ഒരു കസ്റ്റമർ വരുന്നു. അയാൾ കുറച്ച് പ്രായമുള്ളതാണ്. അയാൾ കൂടെ 2-3 ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാല് ഇയാള് വീട്ടിൽ നിന്ന് ബാങ്കിലേക്ക് സ്കൂട്ടർ ഓടിച്ച് വരുമ്പോൾ പെട്ടെന്ന് ഒരു ഭാഗത്തേക്ക് ചിരിഞ്ഞു പോവുക. അപ്പൊ ഇത് കണ്ടടുത്ത നാട്ടുകാരും ലോറി ഡ്രൈവറൊക്കെ ഇയാൾ എങ്ങനെ പിടിച്ച് ബാങ്കിലേക്ക് എത്തിച്ച്. അപ്പൊ ഒരു കാരണവശാലും ഇയാൾ ഇതുപോലെ തന്നെ സ്കൂട്ടറിൽ വീട്ടിലേക്ക് തിരിച്ചു വിടരുത്. കാരണം അയാൾ വീട്ടിലെത്തൂല, അത്രയും മോശമായിരുന്നു അയാൾ ആരോഗ്യസ്ഥിതി. അപ്പൊ നമ്മളെങ്ങനെയെങ്കിലും ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഇയാളെ വീട്ടിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ ഭയങ്കര ചൂടാണ്. അയാൾ കേൾവിക്കും കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ഇതിനെക്കാട്ടും വലിയത് കണ്ടതാണ് ഞാൻ വന്ന പോലെ തന്നെ തിരിച്ചു പോകുന്നെല്ലാം പറഞ്ഞ് ഭയങ്കര റേസ് ആയിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളെങ്ങനെയെങ്കിലും ഇയാളെ മോന്റെ നമ്പർ സംഘടിപ്പിച്ച് മോൻ മുഖാന്തരം ഇയാളെ വിളിച്ച് ഇപ്പോൾ മോനോട് ഇയാൾ ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്. ഇനി എന്നെ പഠിപ്പിക്കണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ട് സംസാരിക്കുന്നത്. ഇയാള് ആർമിയിൽ നിന്ന് റിട്ടയർഡ് ആയതാണ്. അപ്പൊ എങ്ങനെയല്ലേ കൈയും കാലും പിടിച്ച് ബലപൂർവ്വം ഇയാൾ ഓട്ടോറിക്ഷയിൽ പറഞ്ഞു വിട്ടു. വൈകുന്നേരം ബാങ്കിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇയാൾ സ്കൂട്ടർ എടുത്ത് വീട്ടിൽ കൊണ്ടാക്കുന്നായിരുന്നു. അപ്പൊ ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഇയാളെ വീട്, വലിയ വീടൊക്കെ. ഇയാളെ ഭാര്യയും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പൊ ഇയാൾ നമ്മളോട് ചോദിച്ചൊരു വാക്കുണ്ട്, മോനെ എത്ര കണ്ടിട്ടാണ് ഇങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുക, നമുക്ക് പുറത്തൊക്കെ പോകണ്ടേ അങ്ങനെ പറഞ്ഞു. പക്ഷെ എന്തോ ഒരു സങ്കടമായിപ്പോയി അത് കേൾക്കുമ്പോൾ. കാരണം നമ്മൾ പുറത്തുനിന്ന് ഒരാളെ നോക്കുമ്പോൾ ഭയങ്കര ചൂട്, ദേഷ്യപ്പെടുന്നത് അങ്ങനെയെല്ലാം വിചാരിക്കും. പക്ഷെ അയാൾക്ക് ഓരോരുത്തരായ പ്രശ്നങ്ങൾ ഉണ്ട്. പക്ഷെ വലിയ ശാസ്ത്രം ഒന്നും പറയാൻ വന്നതല്ല, എനിക്കത് അറിയില്ല. പക്ഷെ ലോകത്ത് 1 മണിക്കൂറിൽ 100 ആൾ വീതം ഈ ഏകാന്തത മൂലം മാത്രം മരിക്കപ്പെടുന്നതാണ് കണക്ക് പറയുന്നത്. പറയാൻ എനിക്കോ അല്ലെങ്കിൽ കേൾക്കുന്ന നിങ്ങൾക്കോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷെ ഇതിപ്പോ പറയാൻ ഒരാള് നമുക്കുണ്ട്, നമ്മളെ കൂടെ നിന്ന് കേൾക്കാൻ ഒരാളുണ്ട് എന്നുള്ള വലിയൊരു കാര്യമാണ്. നമ്മളിപ്പോ എത്ര വലിയ ആളെന്ന് പറഞ്ഞാലും മനുഷ്യൻ തന്നെയാണ്. ജസ്റ്റ് ഇതൊന്ന് പറയണമെന്ന് വിചാരിച്ചു വന്നത്. എനിക്ക് ഇക്കാര്യത്തിന്റെ അറിവൊന്നുമില്ല. എന്തെങ്കിലും നല്ല കാര്യം ഈ വീഡിയോ മുഖാന്തരം കിട്ടിക്കണേ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ബാക്കിയൊക്കെ ചെയ്യാം.